ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വക്കീൽ ചന്ദ്രയെ സമീപിക്കുന്നുണ്ട് കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട്. വക്കീൽ എന്തൊക്കെ പറഞ്ഞിട്ടും ചന്ദ്ര കേസ് പിൻവലിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവസാനം വക്കീൽ പറയുന്നുണ്ട്, ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ലാഭം, ആ കേസ് ഒന്ന് പിൻവലിക്കുക, ആ ചെക്കൻ്റെ ഭാവിയെങ്കിലും സുരക്ഷിതമാവട്ടെ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, കേസ് പിൻവലിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം കിട്ടാനാന്ന് പറയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാശ് തരും എന്ന്. അപ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണ് തള്ളുവാണ്. അപ്പോൾ ചന്ദ്ര ചോദിക്കും, നിങ്ങൾ എത്ര രൂപ തരും എനിക്ക് കേസ് പിൻവലിച്ചാൽ? അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, 50,000 രൂപ തരാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, 50,000 രൂപ എനിക്ക് എന്ത് ചെയ്യാനാ, എനിക്ക് 50,000 ഒന്നും അല്ല വേണ്ടത്. അപ്പോൾ വക്കീൽ പറയും, എന്നാൽ 1,00,000 രൂപ തരാമെന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ കണ്ണ് വീണ്ടും തള്ളുവാണേ, മേടിക്കണം എന്നുണ്ട്. അപ്പോഴും ചന്ദ്ര പറയും, 1,00,000 രൂപയ്ക്കൊന്നും ഞാൻ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങളൊരു എമൗണ്ട് പറ, അതിൽ ഫിക്സ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് ഒരു 2,00,000 രൂപ തന്നാൽ ഞാൻ കേസ് പിൻവലിക്കാം എന്ന് പറയുവാണ്. അപ്പോൾ വക്കീൽ പറയും, എന്നാൽ ഫിക്സ്, ഞാൻ 2,00,000 രൂപ തരാമെന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്രയുടെ കണ്ണ് ഒന്നുകൂടെ തള്ളുവാണേ, ദൈവമേ ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞാൽ മതിയായിരുന്നു, ഇവരെത്ര ചോദിച്ചാലും എനിക്ക് തരുന്നുണ്ടല്ലോ, ഇനി എങ്ങനെ കൂട്ടി പറയുന്നത് ഭയങ്കര നിരാശയിലാവുകയെ. അപ്പോൾ വക്കീൽ പറയും, നിങ്ങൾ എന്നാൽ എനിക്കൊരു പേപ്പറിൽ സൈൻ ഇട്ട് തരേണ്ടി വരും കേസ് പിൻവലിക്കുവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, കേസ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ സൈൻ ഇട്ട് തന്നതിന് ശേഷം നിങ്ങൾ എനിക്ക് ഈ പൈസ തരാതെ ഇരുന്നാലോ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യും, എൻ്റെ പരാതി പിൻവലിക്കുകയും ചെയ്യും, കാശ് എനിക്കൊട്ടും കിട്ടത്തുമില്ല, അത് വേണ്ടാന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും വക്കീൽ ബാഗിൽ നിന്നും അപ്പം തന്നെ 2,00,000 രൂപ എടുത്തിട്ട് ചന്ദ്രയുടെ മുമ്പിൽ വെക്കുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് ഈ പൈസക്ക് ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, പിന്നെ നിങ്ങളൊക്കെ ആ ചെക്കൻ്റെ ഭാവി പോവുമല്ലോ എന്നൊക്കെ കരഞ്ഞു പറയുന്നത് കൊണ്ടാണ്. ശരി, എന്തായാലും പൈസ ഞാൻ കൊണ്ടുപോയി വെക്കട്ടെ, എവിടെയാണ് ആ സൈൻ ഇടേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, ഇവിടെ വെച്ചല്ല സൈൻ ഇടേണ്ടത്, സ്റ്റേഷനിൽ പോലീസ് ഇൻസ്പെക്ടറിൻ്റെ മുമ്പിൽ വെച്ച് സൈൻ ഇടണം, നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പം തന്നെ വരണം എന്ന് പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയും, എന്നാൽ ശരി, ഞാൻ ഈ പൈസ കൊണ്ടുപോയി വെക്കട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ആ പൈസ ബാമയെ ഏൽപ്പിക്കുവാണ്. ബാമേ, ഇത് 2,00,000 രൂപ നീ സുരക്ഷിതമായിട്ട് വെക്കണം, ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറയുവാണ്. അതേസമയം നമ്മുടെ ചന്ദ്ര വക്കീലിനോടും പറയുന്നുണ്ട്, ഞാൻ ഇതുപോലെ പൈസ വാങ്ങിയിട്ടാണ് കേസ് പിൻവലിച്ചതെന്ന് നിങ്ങൾ ഒരാളോടും പറയാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, ഞാനായിട്ട് ആരോടും പറയില്ല, ഞാൻ നിങ്ങളുടെ 2 കൂട്ടരുടെ നല്ലതിന് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുവാണ്. അങ്ങനെ ചന്ദ്ര ഈ 2,00,000 രൂപ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടാണ് കേസ് പിൻവലിച്ചതെന്നുള്ള രഹസ്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുവാണ്. വീട്ടുകാരോടോ രവീന്ദ്രനോടോ ആരോടും തന്നെ പറയുന്നില്ല ചന്ദ്ര. ആകെ അറിയാവുന്നത് ബാമയ്ക്കും പിന്നെ ഈ വക്കീലിനും മാത്രമാണ്. അങ്ങനെ ശരത്തിൻ്റെ പേരിലുള്ള കേസൊക്കെ ഒഴിവാവുകയാണ്. ഈ വിവരം വക്കീൽ സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട്, ദേ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു, നിങ്ങളുടെ അനിയൻ്റെ പേരിലുള്ള കേസ് ഞാൻ നിങ്ങളുടെ അമ്മയെ കൊണ്ട് തന്നെ പിൻവലിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സച്ചിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. കേസ് പിൻവലിച്ചെന്നോ? എൻ്റെ അമ്മയുടെ വാക്ക് മാറ്റാൻ ഒരാൾക്കും സാധിക്കാറില്ല, വക്കീലിന് ഇതെങ്ങനെ സാധിച്ചു എന്ന് പറയുമ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, ഞാനിത് അറ്റൻഡ് ചെയ്യുന്ന ആദ്യത്തെ ക്ലയൻ്റ് ഒന്നും അല്ലല്ലോ, ഇങ്ങനത്തെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, പറയേണ്ട വിധത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങളുടെ അമ്മ കേസ് പിൻവലിച്ചു സച്ചി. വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സച്ചി പറയുമ്പോഴേക്കും വിശ്വസിച്ചേ പറ്റുള്ളൂ എന്ന് വക്കീലും പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും വീട്ടിലെല്ലാവരോടും സച്ചി ഇത് കൊട്ടി ആഘോഷിക്കുകയാണോ, ഭയങ്കര സന്തോഷമാവാണല്ലോ. രേവതിനോട് ആദ്യം പോയി ഓടി പറയുന്നുണ്ട്, രേവതി നിൻ്റെ അനിയൻ്റെ പേരുള്ള കേസ് അമ്മ പിൻവലിച്ചു എന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. രേവതി ഓടിപ്പോയി ദൈവത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. രവീന്ദ്രൻ ചോദിക്കും, കേസ് പിൻവലിച്ചെന്നോ, സത്യമാണോടോ സച്ചി നീ പറയുന്നേ? അപ്പോൾ സച്ചി പറയും, അച്ഛാ വക്കീൽ ഇപ്പോൾ അതിനാ എന്നെ വിളിച്ചത്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പോയി അവളോട് സംസാരിച്ചപ്പോൾ പോലും അവൾ ആ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു, പിന്നിപ്പോൾ അവൾക്ക് ഇതെന്തു പറ്റിയെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, വക്കീൽ പറയേണ്ട വിധത്തിൽ പറഞ്ഞപ്പോഴേക്കും അമ്മ സമ്മതിച്ചാ, പിന്നെ അച്ഛനും വന്ന് പറഞ്ഞതല്ല എന്നൊക്കെ ഓർത്തിട്ടുണ്ടാവും ചിലപ്പോൾ അമ്മ. പക്ഷേ ശ്രുതിയും ശ്രുതിക്കും ഈ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. ശ്രുതിയും ശ്രുതിയും പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്നാലും ഇത് എന്തു പറ്റി, അമ്മേനോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ വരെ ഉറച്ചു നിന്നതാണല്ലോ, അമ്മ എന്തിനാ ഈ തീരുമാനം മാറ്റിയെന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്താ ശ്രുതി, നിനക്ക് എൻ്റെ അനിയൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചത് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, അങ്ങനെയല്ല രേവതി, ആൻറ്റി അത്രയും ഉറച്ചു നിൽക്കുമായിരുന്നു, ഒന്നെങ്കിൽ നിങ്ങളെ പുറത്താക്കണം അല്ലെങ്കിൽ അവനെ അകത്താക്കണം, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു, പിന്നെ ഇത് പെട്ടെന്ന് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിക്ക് ഏതായാലും ഇതിൻ്റെ പുറകിൽ വേറെ എന്തോ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. രവീന്ദ്രനും ആ സംശയമുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും ഇതിൽ വിശ്വസിച്ചിരിക്കുകയാണ്. രേവതി പറയുന്നുണ്ട്, ഇവിടത്തെ അമ്മയും 3 പ്രസവിച്ചതല്ലേ, അപ്പോൾ എൻ്റെ അമ്മയുടെ സങ്കടമൊക്കെ മനസ്സിലായി കാണും, പിന്നെ അതുമാത്രമല്ല അച്ഛനും പോയി സംസാരിച്ചല്ലോ, അതുകൊണ്ടായിരിക്കും അമ്മയുടെ മനസ്സ് മാറിയത്. ഏതായാലും മാറിയല്ലോ, എനിക്ക് ഒരുപാട് സന്തോഷമായി, ദൈവത്തോട് ഞാൻ നന്ദി പറയുവാണെന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ശ്രുതിക്ക് പക്ഷെ നല്ല നിരാശയാണ് കേട്ടോ. ശ്രുതി ഈ വിഷയത്തിൽ രേവതിയും സച്ചിയും വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നല്ലോ, അതായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ.
അതൊട്ടും നടന്നുമില്ല. എന്നാൽ ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര നിരാശയാവുകയാണ്. ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ ഉണ്ടെന്ന് ശ്രുതി ഉറച്ചു വിശ്വസിക്കുവാണ്. ഇതേ സമയം തന്നെ ശ്രുതിക്ക് ആൻ്റണി ശല്യം കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ശ്രുതി, എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ 2 ലക്ഷം രൂപ ഇങ്ങോട്ട് എത്തിക്കുവാണെങ്കിൽ നവീനെ ഞങ്ങൾ ആശുപത്രിയിലോട്ട് മാറ്റും, അവൻ രക്ഷപ്പെടും. അല്ലെങ്കിൽ അവൻ ദേ ഇവിടെ കിടന്ന് മരിക്കും, പിന്നെ അത് പോലീസ് കേസാവും. അറിയാലോ, അവൻ്റെ കല്യാണം ഈയിടക്ക് കഴിഞ്ഞേ ഉള്ളൂ. ഭാര്യ ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി എങ്ങാനും കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ആളുകളെ പോലീസ് പിടിക്കും. എൻ്റെ ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് പറയും അവർ. എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രുതിയുടെ പേര് എന്തായാലും പറയും. ശ്രുതി ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ ശ്രുതിയെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, ആൻ്റണി നീ എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കല്ലേ, പൈസ ഞാൻ ഒപ്പിച്ചു തരാം, അതുവരെ എങ്ങനെയെങ്കിലും നവീൻ്റെ ജീവൻ ഒന്ന് പിടിച്ചു നിർത്ത്, എത്രയും പെട്ടെന്ന് ഞാൻ ആ പൈസ അവിടെ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കോള് കട്ട് ചെയ്യുന്നുണ്ട്. ചന്ദ്രോദയത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. ചന്ദ്ര ബാഗൊക്കെ ആയിട്ട് ബാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചന്ദ്രോദയത്തിലോട്ട് വരുവാണ്. ഏതായാലും എല്ലാവർക്കും ചന്ദ്രനോട് ഇപ്പോൾ ഭയങ്കര ഒരു ബഹുമാനമൊക്കെ തോന്നിയിരിക്കുവാണ്. ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ ബാമയ്ക്കും ചന്ദ്രയ്ക്കും മാത്രമല്ലേ അറിയുള്ളൂ. എല്ലാവരുടെ മുമ്പിലും, രേവതിയുടെ മുമ്പിലും സച്ചിയുടെ മുമ്പിലൊക്കെ ഇപ്പോൾ ചന്ദ്ര ദൈവമായിട്ടിരിക്കുവാണ്. കാരണം കേസ് പിൻവലിച്ചല്ലോ അമ്മ, അവർക്ക് അത്രയല്ലേ അറിയത്തുള്ളൂ. ശ്രുതി ആണെങ്കിലോ ചന്ദ്ര അങ്ങനെ വെറുതെ ഒന്നും കേസ് പിൻവലിക്കത്തില്ല, ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്നുള്ള മൈൻഡിലാണ് ശ്രുതി. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ശ്രുതി നേരെ ബാമയുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ബാമ ചോദിക്കും, ശ്രുതി മോൾ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും, ആൻറ്റി എനിക്ക് ഇവിടെ ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അങ്ങനെ ആൻറ്റിക്കും ഒരു മസാജ് ചെയ്ത് പോവാലോ എന്നൊക്കെ ഓർത്ത്. ആൻറ്റി എപ്പോഴും ഇങ്ങനെ പെടൽ വേദനയായിട്ട് ഇരിക്കുമല്ലേ, ആൻറ്റി ഇവിടെ ഇരിക്കും, ഞാൻ നല്ലതുപോലെ മസാജൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ബാമയെ കസേരയിൽ ഇരുത്തിയിട്ട് ശ്രുതി നല്ലതുപോലെ തലയും മുതുകും ഒക്കെ നല്ലതുപോലെ മസാജ് ചെയ്തെടുക്കുവാണ്. കഴുത്തിൽ ശ്രുതിയുടെ മസാജിൽ ബാമ ഇങ്ങനെ മയങ്ങി ഇരിക്കുവാണ്. ഈ ടൈമിൽ ശ്രുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാമയുടെ അടുത്തുള്ള ഓരോ രഹസ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. അതായത് ഇപ്പോൾ നടന്ന ലേറ്റസ്റ്റ് വിഷയമൊക്കെ ബാമയോട് സംസാരിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ ഓർത്തു ആൻറ്റി ശരത്തിനെ എന്തായാലും ജയിലിലോട്ട് വിടുള്ളൂ, അത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നല്ലോ, രേവതിയെ പുറത്താക്കും സച്ചിയെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞ ആളാ, എന്നിട്ട് ഇപ്പോൾ കേസും പിൻവലിച്ചിരിക്കുന്നു. ഏതായാലും ആൻറ്റി കേസ് പിൻവലിച്ചല്ലോ, അത്രയും സന്തോഷം എന്നൊക്കെ ശ്രുതി ഒന്നും അറിയാത്ത പോലെ പറയുന്നുണ്ട്. അപ്പോൾ ബാമയും അത് ആ മോളെ, ചന്ദ്ര കേസ് പിൻവലിച്ചതിൽ എനിക്കും ഭയങ്കര സന്തോഷമാണെന്നൊക്കെ ബാമ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ആൻറ്റി ഇപ്പോൾ അവിടെ എല്ലാവരും ദൈവമായിട്ടൊക്കെയാണ് കാണുന്നത്, പ്രത്യേകിച്ച് രേവതിയുടെ അനിയൻ്റെ പേരിലുള്ള കേസല്ലേ പിൻവലിച്ചത്, അതും ഒന്നും ആൻറ്റി പറഞ്ഞതൊന്നും ചെയ്തുമില്ല, സച്ചിയും രേവതിയും പുറത്താക്കിയില്ല, ശരത്തിനെ ജയിലിലും ആക്കിയില്ല, അതിൻ്റെ സന്തോഷമൊക്കെ അവർക്കുണ്ട്, അതിൻ്റെ ബഹുമാനമൊക്കെ ചന്ദ്രനോട് നല്ലതുപോലെ രേവതി കാണിക്കുന്നുണ്ട്. ഏതായാലും ആൻറ്റിയുടെ മനസ്സ് മാറിയല്ലോ. എന്നാലും ആൻറ്റിയുടെ മനസ്സ് മാറാൻ എന്താ ബാമ ആൻറ്റി കാരണം, അങ്കിള് വന്ന് ഇവിടെ സംസാരിച്ചത് കൊണ്ടാണോ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാമ ആ മസാജിൽ ഇങ്ങനെ മയങ്ങിയിരിക്കുമല്ലേ, ബാമ പറയുന്നുണ്ട്, പിന്നെ രവീന്ദ്രൻ വന്ന് ഇവിടെ സംസാരിച്ചിട്ടും ചന്ദ്രയുടെ മനസ്സൊന്നും മാറിയില്ല, അവസാനം ആ വക്കീൽ തന്നെ ഇവിടെ വരേണ്ടി വന്നു. അപ്പോൾ ശ്രുതി ഒന്നും അറിയാത്ത പോലെ, ഏത് വക്കീല്, ആ സച്ചിയുടെ വക്കീലേ, അവരിവിടെ വന്നിട്ട് 2 ലക്ഷം രൂപ ചന്ദ്രയുടെ മുമ്പിൽ വെച്ചു, കേസ് പിൻവലിച്ച ഈ 2 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചന്ദ്ര കേസ് പിൻവലിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുവാണേ. ഓ, അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ ഇപ്പോൾ 2 ലക്ഷം രൂപയുണ്ടല്ലേ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ഭാമ പെട്ടെന്നൊന്ന് ഞെട്ടി എഴുന്നേക്കുവാണ്. അയ്യോ മോളെ, ഈ വിഷയം ആരോടും പറയരുതെന്നാ ചന്ദ്ര പറഞ്ഞിരിക്കുന്നത്, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അതിന് ആൻറ്റി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ, എന്നോടല്ലേ ഭാമ ആൻറ്റി പറഞ്ഞത്, അമ്മ ഇതറിഞ്ഞാലും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അല്ല എന്നിട്ട് ആൻറ്റി, ചന്ദ്ര ആൻറ്റി ആ പൈസ ഇപ്പോൾ എവിടെ വെച്ചു എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അതവൾ കൊണ്ടുപോയിട്ടൊന്നുമില്ല, എൻ്റെ കയ്യിൽ സുരക്ഷിതമായിട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് കബോർഡിൽ കൊണ്ടുപോയി വെച്ചിരിക്കുവാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ ഭാമ ആൻറ്റി വെറുതെ പറയുന്നതാ, ഈ ശരത്തിനെ കേസിൽ നിന്ന് രക്ഷിച്ച പേരിൽ 2 ലക്ഷം രൂപയൊക്കെ ഒരാൾക്ക് കൊടുക്കുമോ, ഇതൊക്കെ വെറുതെ അല്ലെന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ഭാമ എന്ത് ചെയ്യുന്നു വെച്ചാൽ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ കബോർഡ് തുറന്ന് ആ കബോർഡിലുള്ള 2 ലക്ഷം രൂപ ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുവാണ്. സത്യത്തിൽ ശ്രുതിക്ക് ആ പൈസ എവിടെയാ വെച്ചതെന്നറിയണം, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ശ്രുതി, ആൻറ്റി എനിക്കിപ്പോൾ വിശ്വാസമായി, ഏതായാലും ഇത് സൂക്ഷിച്ചെടുത്ത് വെച്ചോ, എന്നോട് പറഞ്ഞ വിവരം ആൻറ്റിയോടൊന്നും പറയണ്ടട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഭാമയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുവാണേ. അപ്പോൾ ശ്രുതിയുടെ മനസ്സിലൊരു ഐഡിയ തോന്നും, ആൻറ്റിയുടെ കയ്യിൽ 2 ലക്ഷം രൂപയുണ്ട്, ഇതാണെങ്കിൽ വീട്ടിലുള്ള ആരോടും പറഞ്ഞിട്ടുമില്ല, ആൻ്റണി ആണെങ്കിൽ 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തുക, നവീൻ്റെ ജീവൻ രക്ഷിക്കണം, ഭാമ ആൻറ്റി പോലും അറിയാതെ ആ പൈസ അവിടെ നടിച്ചു മാറ്റണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഈ 2 ലക്ഷം രൂപ ഒപ്പിക്കാനെന്ന് ശ്രുതി വിചാരിക്കുവാണേ. എന്നിട്ട് വേറൊരു ദിവസം ശ്രുതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചന്ദ്രയും കൂടി ഭാമയുടെ വീട്ടിലുള്ള ടൈമിൽ പോവുകയാണ്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി വന്നതാ, എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് അവരെനിക്ക് കുറച്ച്
കുറച്ച് കാശ് ഗിഫ്റ്റായിട്ട് തന്നായിരുന്നു. അപ്പോൾ ബാമാൻ്റിയുടെ വീട് ഇവിടെ ഇടത്തല്ലേ, ചന്ദ്ര ആൻറ്റിയും ഇവിടെ കാണുമല്ലോ എന്നൊക്കെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഫുഡൊക്കെ ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും ബാമയൊക്കെ ശ്രുതി അവിടെ ഇരുത്തുവാണ്. എന്നിട്ട് കൊണ്ടുവന്ന ബിരിയാണിയൊക്കെ അവർക്ക് വിളമ്പിയും കൊടുക്കുന്നുണ്ട്. ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ബാമയുടെ വീട്ടിൽ നിന്ന് ആ 2 ലക്ഷം രൂപ അടിച്ചു മാറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് ഇവർ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ശ്രുതി കോള് വന്ന പോലെ അഭിനയിക്കുവാണ്. എന്നിട്ട് എടുത്തിട്ട് ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ, ഞാൻ മുകളിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ ടെറസിൽ ആൻറ്റി ഞാൻ ഈ കോൾ എനിക്ക് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല, ഒന്ന് മോളിൽ പോയി നോക്കട്ടെ സിഗ്നലിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒന്നും അറിയാത്ത പോലെ ഫോണും ചെയ്ത് മോളിൽ പോവാണേ. എന്നിട്ട് ഇവരാണെങ്കിൽ താഴെ ഇരുന്ന് ബിരിയാണി തിന്നുവാണല്ലോ. ശ്രുതി ഇങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിക്കത്ത് പോലും ഇല്ലല്ലോ. ശ്രുതി എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാമയുടെ കബോർഡ് തുറന്നിട്ട് ആ 2 ലക്ഷം രൂപ എടുത്ത് ബാഗിലിടുവാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആൻറ്റി എനിക്ക് വേറൊരു ക്ലയൻറ്റിനെ കാണാനുണ്ട്, ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. പൈസ നഷ്ടപ്പെട്ട വിവരം ചന്ദ്രയും ബാമയും അറിഞ്ഞിട്ടില്ല. അവർ നല്ല ആസ്വദിച്ച് ബിരിയാണി തിന്നുവാണ്. ശ്രുതി ഈ കാശ് കൊണ്ട് ആൻ്റണിക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ബാമയ്ക്ക് അന്നത്തെ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടാവേ. അപ്പോൾ രേവതിയെ വിളിച്ച് കുറച്ച് പൂ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി ആ പൂ കൊടുക്കാൻ വേണ്ടി ബാമയുടെ വീട്ടിലോട്ട് വരുന്നുമുണ്ട്. അപ്പോൾ നല്ല മഴക്കാറുള്ള ടൈം ആയിരിക്കും. ചന്ദ്രയും ബാമയും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവരാണെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, എടി നല്ല മഴക്കാറൊക്കെ വെക്കുന്നുണ്ട്, മുകളിൽ ബാമയുടെ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്, നീ പോയി ആ തുണിയൊക്കെ എടുത്തോണ്ട് വാന്ന് പറഞ്ഞ് രേവതിയെ ടെറസിലോട്ട് വിടുവാണേ. അപ്പോൾ രേവതി പോയി തുണിയൊക്കെ എടുത്തു കൊടുക്കുന്നുമുണ്ട്. രേവതി തിരിച്ച് വീട്ടിലും പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ചന്ദ്ര ബാമയോട് പറയുന്നുണ്ട്, ബാമേ നീ ആ കാശ് ഇങ്ങോട്ട് എടുത്തോണ്ടും വാ, ഞാൻ അതുകൊണ്ട് പോയി വീട്ടിൽ വെച്ചോളാം, ആരും അറിയാതെ, നീ പോയി എടുത്തോണ്ട് വാ എന്ന് പറയുമ്പോഴേക്കും ബാമ കബോർഡ് തുറന്ന് നോക്കുമ്പോഴേക്കും അവിടെ കാശ് കാണാനില്ലേ. അപ്പോൾ ചന്ദ്രനോട് വന്ന് പറയുന്നുണ്ട്, ചന്ദ്രേ കബോർഡിൽ വെച്ച കാശ് കാണാനില്ലെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പെട്ടെന്ന് ഇങ്ങനെ ടെൻഷനാവുകയാണ്. എന്താ ബാമേ നീ പറയുന്നത്, കാശ് കാണാനില്ലെന്നോ? ചന്ദ്രേ ഞാനിപ്പോൾ പോയി നോക്കി, അവിടെ ഒന്നുമില്ല, മൊത്തം അരിച്ചു പെറുക്കി എന്നൊക്കെ ബാമയും ഭയങ്കര വിഷമത്തിൽ പറയുന്നുണ്ട്. ചന്ദ്രയാണെങ്കിലോ കുറച്ച് മുമ്പ് രേവതി അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഈ കുറ്റം ചെയ്തത് രേവതിയാണെന്ന് ചന്ദ്ര വിശ്വസിക്കുവാണ്. എന്നിട്ട് ചന്ദ്ര പറയും, നിക്ക് ബാമേ ഇതെടുത്തതാരാണെന്ന് എനിക്കറിയാം, ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിക്കാം എന്ന് പറഞ്ഞിട്ട് കലിതുള്ളി വീട്ടിൽ പോവാണ്. വീട്ടിൽ കയറുമ്പോഴേക്കും ചന്ദ്ര ആലോചിക്കുവാണ്, അയ്യോ ഈ 2 ലക്ഷം രൂപ എനിക്ക് കിട്ടിയ വിവരം വീട്ടിലുള്ള ആർക്കും അറിയില്ല, അപ്പം പിന്നെ ഞാൻ എങ്ങനെ രേവതിനോട് ഇത് പോയി ചോദിക്കും, ഒരു നാടകം കളിക്കാം എന്ന് പറഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ചന്ദ്ര നേരെ എല്ലാവരും ഹോളിലിരിക്കുന്ന ടൈമിൽ ഫോൺ എടുത്തിട്ട് നേരെ ബാമയെ വിളിക്കുവാണ്. എന്നിട്ട് ബാമേ നിന്റെ മിസ് കോൾ കണ്ടല്ലോ, എന്തിനാ എന്നെ വിളിച്ചിട്ടുണ്ടായെന്ന് പറയുമ്പോഴേക്കും ബാമ പറയും, ഞാൻ വിളിച്ചെന്നു, നീ എന്താ ചന്ദ്രയെ പറയുന്നേ? അപ്പോൾ ബാമ പറയുന്നതൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നില്ലേ. ചന്ദ്രക്ക് തോന്നിയതുപോലെയൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ്. എന്താണ് ബാമേ നിന്റെ കാശ് പോയെന്നോ? എത്ര രൂപയാ? 2 ലക്ഷം രൂപയോ എന്നൊക്കെ ചന്ദ്ര അഭിനയിക്കുവാണെങ്കിൽ ഫോണിൽ എല്ലാവരുടെയും മുമ്പിലും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നെട്ടിത്തരിച്ച് നിൽക്കുവാണ്. 2 ലക്ഷം രൂപ കാണാനില്ലെന്നോ? അല്ല ബാമേ വീട്ടിൽ ആരെങ്കിലും പതിവില്ലാതെ വന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബാമ പറയും, നീ എന്താ ചന്ദ്ര ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അപ്പോൾ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, എന്ത് രേവതി മാത്രം വന്നോളൂന്നോ? അപ്പോൾ അവൾ തന്നെയായിരിക്കും ഈ കാശ് എടുത്തതെന്നൊക്കെ ചന്ദ്ര പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണേ. അപ്പോൾ രേവതി ഇങ്ങനെ നെട്ടിത്തരിച്ച് നിൽക്കുവാണ്. ഈ അമ്മ എന്തൊക്കെയായി പറയുന്നേ? എന്നിട്ട് രേവതിയുടെ അടുത്തോട്ട് ചന്ദ്ര കലിതുള്ളി പോവാണേ. എടി രേവതി നീ നേരത്തെ ബാമയുടെ വീട്ടിലോട്ട് വന്ന നേരത്തെ മോളിലോട്ട് പോയായിരുന്നില്ലേ തുണി എടുക്കാൻ വേണ്ടി? ആ ടൈമിൽ നീ ബാമയുടെ മുറി കയറി കാശ് എടുത്തോടി എന്നൊക്കെ ചോദിക്കുവാണ്. രേവതി ആണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയിലാവുകയാണ്. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ എന്തിനാ ബാമ ആൻറ്റിയുടെ കാശ് എടുക്കുന്നത്? നീ എടുക്കും, നീ കള്ളിയാടി, നിന്റെ കുടുംബവും കള്ളിയാ. ഇപ്പം നിന്റെ അനിയനെ പിടിച്ച് ജയിലിടാൻ വേണ്ടി പോയതാ, ഞാൻ കാരണം രക്ഷപ്പെട്ടത്, ഇനി ഞാൻ നിന്നെയും പിടിച്ച് ജയിലിലിടുമെന്നൊക്കെ ചന്ദ്ര കിടന്ന് അഭിനയിക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ലമ്മേ, എന്നെ ഒന്ന് വിശ്വസിക്ക്. അപ്പോൾ ചന്ദ്ര പറയും, ഞാൻ വിശ്വസിക്കില്ല, ആ വീട്ടിൽ നീ മാത്രമാണ് വന്നത്, അപ്പോൾ ആ പൈസ പോയതിന് ഉത്തരവാദിത്വം നീയാണ് പറയേണ്ടത്, നീയാണ് രേവതി അത് എടുത്തതെന്ന് പറയുമ്പോൾ രവീന്ദ്രനൊക്കെ ഭയങ്കര ചീത്ത പറയുന്നുണ്ട്. ചന്ദ്രേ നീ ഇതെന്തൊക്കെയാണ് പറയുന്നത്? രേവതി മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോഴും ചന്ദ്ര ആ കുറ്റം അറിയാലോ, രേവതിയുടെ തലയിൽ തന്നെ അടിച്ചിടുവാണ്. ചന്ദ്രയുടെ കാശല്ല ബാമയുടെ കാശെന്നാണ് വീട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിച്ചിരിക്കുന്നത്. സച്ചിക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്. അമ്മേ എൻ്റെ രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോഴേക്കും അത് നിങ്ങൾ വിശ്വസിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. രേവതി അവിടെ വന്ന ടൈമിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു, മോളിൽ അവൾ കയറി പോവുകയും ചെയ്തു, ബാമയുടെ കാശ് എടുക്കുകയും ചെയ്തു, എനിക്കുറപ്പാണ്. മര്യാദക്ക് ആ കാശ് താടിയെന്ന് പറഞ്ഞ് രേവതിയെ ടോർച്ചർ ചെയ്യുവാണ്. രേവതി പൊട്ടിക്കരഞ്ഞോണ്ടും പോവാണ്. സച്ചിക്കും ദേഷ്യം വന്ന് ചന്ദ്രയെ ഒരുപാട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. സച്ചി എന്ത് ചെയ്യുന്നു വെച്ചാൽ രേവതി ആ കാശ് എടുത്തിട്ടില്ല. അപ്പോൾ ചന്ദ്ര പറയും, ഞങ്ങൾ പോലീസിൽ പോയി പരാതി കൊടുക്കാൻ പോവാ, മര്യാദക്ക് അവളോട് ആ കാശ് തരാൻ പറയടാന്ന് പറയുമ്പോഴേക്കും സച്ചി കലിതുള്ളി നേരെ ബാമയുടെ വീട്ടിലോട്ട് പോവാണേ. അപ്പോൾ ബാമയുടെ വീട്ടിൽ പോയിട്ട് ബാമേനോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ 2 ലക്ഷം രൂപ കാണാനില്ലേ? അപ്പോൾ ബാമ പറയും, അത് പിന്നെ സച്ചി എൻ്റെ കാശ്, സത്യം പറയാൻ ആൻറ്റി കാണാനില്ലെങ്കിൽ വാ നമുക്കിപ്പോൾ തന്നെ പോയി സ്റ്റേഷനിൽ പരാതി കൊടുക്കാം, എൻ്റെ ഭാര്യയാണ് അത് ചെയ്തതെങ്കിൽ പോലീസ് രേവതിയെ പിടിക്കട്ടെ, നമുക്കിപ്പോൾ തന്നെ പോയി പരാതി കൊടുക്കാമെന്ന് പറയുമ്പോൾ ബാമക്ക്
പേടിയാവേ പോലീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ. അത് പിന്നെ സച്ചി, ആ 2 ലക്ഷം രൂപ എൻ്റെ കാശല്ല, അത് നിങ്ങളുടെ അമ്മയുടെ കാശാന്നൊക്കെ പറയുവാണ്. അമ്മയുടെ കാശോ? ആ കേസ് പിൻവലിക്കാൻ വേണ്ടി നിങ്ങളുടെ വക്കീൽ കൊടുത്തതാന്ന് പറയുമ്പോൾ സച്ചിക്കത് വീണ്ടും ഷോക്കാവുകയാണേ. അപ്പോൾ സച്ചി ചോദിക്കും, ആരുടെ കാശാണെങ്കിലും ശരി രേവതിയാണ് അതെടുത്തതെന്ന് ആൻറ്റി വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭാമ പറയും, ഇല്ല മോനെ, രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യൂല എന്ന് എനിക്കറിയാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ചോദിക്കും, വേറെ ആരെങ്കിലും ഈ വീട്ടിൽ വന്നായിരുന്നോ? അപ്പോൾ ഭാമ പറയും, അത് പിന്നെ ഇന്നലെ ശ്രുതി വന്നിട്ടുണ്ടായിരുന്നു, ശ്രുതിനോട് ഞാൻ ഈ കാശിൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. അപ്പോൾ സച്ചി പറയും, എങ്കിൽ പിന്നെ ഈ കാശ് എടുത്തത് അവൾ തന്നെയാണ്, ആ ശ്രുതി, ഞാനിത് തെളിയിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി നേരെ ചന്ദ്രോദയത്തിലോട്ട് കലിതുള്ളി പോവാണ്. എന്നിട്ട് ഹോളിൽ എല്ലാവരെയും വിളിച്ചിരുത്തിട്ട് സച്ചി ആ സത്യാവസ്ഥ പറയുവാണ്. അച്ഛാ, ആരുടെ കാശ് കാണാനില്ലെന്നാ ഞങ്ങളുടെ അമ്മ പറഞ്ഞത്? ബാമ ആൻറ്റിയുടെയോ? എന്നാൽ ബാമ ആൻറ്റിയുടെ കാശല്ല കാണാനില്ലാത്തത്, ഞങ്ങളുടെ അമ്മയുടെ കാശാണ് അച്ഛാ മോഷണം പോയി എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കും, അമ്മയുടെ കാശോ? അമ്മയുടെ കയ്യിൽ എങ്ങനെയാണ് 2 ലക്ഷം രൂപ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ, ആ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചതിന് ശേഷമാണ് അമ്മ ഈ കേസ് പിൻവലിച്ചതെന്നൊക്കെ പറയുമ്പോഴേക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഷോക്കാവുകയാണ്. ചന്ദ്രനോട് അത് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര സമ്മതിച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, ആ കാശ് മോഷ്ടിച്ചത് ആരാണെന്ന് അമ്മ പറഞ്ഞത്? രേവതിയോ നല്ല അമ്മ ആ കാശ് മോഷ്ടിച്ചത്. ആ കാശ് മോഷണം രേവതി ആ വീട്ടിൽ വരുന്നതിന് മുമ്പ് ശ്രുതി ആ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു, അതായത് ദേ ഈ നിൽക്കുന്ന കള്ളിപ്പാലറെടത്തി. അപ്പോൾ ശ്രുതി പറയും, ദേ സച്ചി, അനാവശ്യം പറയാൻ നിൽക്കരുത് എന്നെ പറ്റിയിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും, അനാവശ്യമല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രുതി ബാമാൻറ്റിയുടെ വീട്ടിൽ പോവുകയും ചെയ്തു, ബാമാൻറ്റിയുടെ മുറിയിൽ പോയി ആ കാശ് എടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുവാണേ. സച്ചി, അനാവശ്യം പറയരുതെന്നല്ലേ പറഞ്ഞത്, എനിക്ക് ആ 2 ലക്ഷം രൂപയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അത് തന്നെ, ശ്രുതിക്ക് എന്തിനാ 2 ലക്ഷം? ശ്രുതിയുടെ കയ്യിൽ കോടികളായിരിക്കുന്നത്, അവളുടെ അച്ഛനൊരു മലേഷ്യക്കാരൻ കോടീശ്വരനാണ്, നിൻ്റെ ഭാര്യയാണ് കള്ളി എന്നൊക്കെ ശ്രുതി അവഹേളിക്കുന്നുണ്ട് രേവതിയെ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, തെളിവുണ്ടടാ എൻ്റെ കയ്യിൽ, നമ്മുടെ ബാമാൻറ്റിയുടെ വീട്ടിലെ ക്യാമറ ഉണ്ടായിരുന്നു, ആ ക്യാമറയിൽ ശ്രുതി മോളിലോട്ട് കയറിപ്പോകുന്നതും ബാമാൻറ്റിയുടെ മുറി പോകുന്നതും പൈസയായിട്ട് തിരിച്ചു വരുന്നതിനുള്ള വീഡിയോ റെക്കോർഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി ആ വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണ്. ഇത് കാണുമ്പോഴേക്കും ചന്ദ്രൻ ഞെട്ടിത്തരിക്കുവാണ്. കാരണം മലേഷ്യക്കാരൻ കോടീശ്വരൻ്റെ മോള് 2 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് സത്യക്ക് ചന്ദ്രക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. എടി പെരുങ്കള്ളി, നീയാണല്ലേ അപ്പം എൻ്റെ കാശ് മോഷ്ടിച്ചതെന്നൊക്കെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ശ്രുതി അപ്പോൾ കാല് പിടിച്ച മാപ്പൊക്കെ പറയുന്നുണ്ട്, ആൻറ്റി എന്നോട് ക്ഷമിക്കണം, അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചു പോയതാ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഞാനത് ആൻറ്റിക്ക് എത്രയും വേഗം തിരിച്ചു തരാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര സമ്മതിക്കുന്നില്ല. എന്തൊക്കെയായാലും പൈസ മോഷ്ടിച്ചത് നീയല്ലേ, നീയും ആ രേവതിയുടെ അനിയനെ പോലെ തന്നെ ഒരു കള്ളിയാ, പെരിങ്കള്ളി, നീ ഇനി എൻ്റെ മുമ്പിൽ വന്നു പോകരുതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ശ്രുതിയോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്കും സമാധാനമാവുന്നുണ്ട്, കാരണം തൻ്റെ പേരിലുള്ള ആ മോഷണക്കുറ്റം പോയല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പോയിൻ്റെ ഏറ്റവും വരാൻ പോകുന്ന പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറേ പേര് ഈ വീഡിയോ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെയുണ്ട്. അങ്ങനെയുള്ളവർ എത്രയും വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.